ഹായ്, സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ്റെ പരിണാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പരിണമിച്ചതിലൂടെയാണ് മനുഷ്യന് നിവർന്നു നിൽക്കാനും നിവർന്നു നടക്കുവാനും ഈ ബോഡിയുടെ മൊത്തം ഭാരത്തെയും താങ്ങിക്കൊണ്ട് ഇങ്ങനെ നിവർന്നു നിൽക്കുവാനും സാധിച്ചത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വെർട്ടിബ്രൽ കോളം അഥവാ സ്പൈനിനെ കുറിച്ചാണ്. എന്താണ് വെർട്ടിബ്രൽ കോളം? Vertebral column is a structure formed by a number of bones called vertebra. Vertebrae എന്നറിയപ്പെടുന്ന കുറച്ച് ബോൺസ് കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചറാണ് വെർട്ടിബ്രൽ കോളം. ഒരു അഡൽറ്റ് വെർട്ടിബ്രൽ കോളം ഏകദേശം 60 മുതൽ 70 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഓരോ വെർട്ടിബ്രയുടെയും ഇടയിൽ എന്ത് നൽകിയിട്ടുണ്ട്? എ കോളം ഓഫ് ഫൈബ്രോ കാർട്ടിലേജ് പാഡ് കൊടുത്തിട്ടുണ്ട്. ഫൈബ്രോ കാർട്ടിലേജ്, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം. ഫൈബ്രോ കാർട്ടിലേജ് പാഡ് ഓരോ വെർട്ടിബ്രൽ ബോഡിയുടെയും ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. ഈ ഫൈബ്രോ കാർട്ടിലേജ് പാഡ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് വിളിക്കുന്നത്. മൊത്തം 33 വെർട്ടിബ്രൽ ബോൺസ് കൂടിച്ചേർന്നാണ് വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നത്. ഈ 33 വെർട്ടിബ്രയെ 5ആയി തരം തിരിച്ചിട്ടുണ്ട്. 7 cervical vertebrae forming the neck. ഈ കാണുന്ന cervical vertebrae, നമ്മുടെ ഈ കഴുത്ത് ഭാഗത്ത് വരുന്ന വെർട്ടിബ്രയാണ് cervical vertebrae എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് എത്ര എണ്ണമാണ്? 12 thoracic vertebrae ആണ്. നമ്മുടെ ചെസ്റ്റിന് പുറകിലായിട്ട് thoracic കേവിറ്റിയുടെ നേരെ പുറകിലായിട്ട് റിബ്സ് അറ്റാച്ച് ചെയ്യുന്ന വെർട്ടിബ്രയാണ് thoracic vertebrae. അതിനുശേഷം നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിയുടെ പുറകിലായിട്ട് 5 ലംബാർ വെർട്ടിബ്രേ വരുന്നുണ്ട്. അതിന് താഴെ 5 സാക്രൽ വെർട്ടിബ്രേ ഫ്യൂസ് ചെയ്ത് ഒരു ഒറ്റ ബോണായി സേക്രം എന്ന ബോണായി മാറുന്നു. അതുപോലെ ഏറ്റവും താഴെ 4 കോക്സീജിയൽ വെർട്ടിബ്രേ ഫ്യൂസ് ചെയ്ത് കോക്സിക്സ് എന്ന ബോൺ ഫോം ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, 5 കൈൻഡ് ഓഫ് വെർട്ടിബ്രേ ആണുള്ളത്. നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന സെർവിക്കൽ വെർട്ടിബ്രേ, ചെസ്റ്റിൻ്റെ പുറകിൽ വരുന്ന തൊറാസിക് വെർട്ടിബ്രേ 12 എണ്ണം, അബ്ഡോമിനൽ കാവിറ്റിയുടെ പുറകിലായിട്ട് ലംബാർ വെർട്ടിബ്രേ 5 എണ്ണം, അതിന് താഴെ 5 സാക്രൽ വെർട്ടിബ്രേ കൂടിച്ചേർന്ന് ഒറ്റ ബോണാകുന്നു സാക്രം, അതിന് താഴെ 4 കോക്സീജിയൽ വെർട്ടിബ്രേ കൂടിച്ചേർന്ന് കോക്സിക്സ് എന്ന ഫോം ചെയ്യുന്നു. അപ്പർ 3 സെഗ്മെന്റ്സ്, അതായത് സെർവിക്കൽ വെർട്ടിബ്രേ, തൊറാസിക് വെർട്ടിബ്രേ, ലംബാർ വെർട്ടിബ്രേ, ഇവ മൂന്നും ട്രങ്കിൻ്റെ മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്ന വെർട്ടിബ്രേ ആയതുകൊണ്ട് അവയെ മൂവബിൾ വെർട്ടിബ്രേ എന്ന് വിളിക്കുന്നു. അതേസമയം താഴത്തെ 2 സെറ്റായ സാക്രവും കോക്സിക്സും മൂവ്മെന്റിന് സഹായിക്കുന്നില്ല, അവയ്ക്ക് മൂവ്മെന്റ്സ് ഇല്ല, അതുകൊണ്ട് അതിനെ ഫിക്സഡ് വെർട്ടിബ്രേ എന്ന് വിളിക്കുന്നു. മൂവബിൾ വെർട്ടിബ്രേ ആൻഡ് ഫിക്സഡ് വെർട്ടിബ്രേ. ഈച്ച് മൂവബിൾ വെർട്ടിബ്രേ എക്സെപ്റ്റ് അപ്പർ 2 സെർവിക്കൽ വെർട്ടിബ്രേ ഹാസ് 2 പാർട്സ്. ഏതൊക്കെയാണ്? ബോഡി ആൻഡ് പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ച്. ആൻറ്റീരിയർലി ബോഡി, ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇതിന് താഴോട്ടുള്ളത് ബോഡി ആൻറ്റീരിയർ, ആൻഡ് പോസ്റ്റീരിയറിൽ കാണുന്നതാണ് പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ച്. ആൻറ്റീരിയർലി ബോഡി, പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ച്. ഈ പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ചിൽ വളരെ മൾട്ടിപ്പിൾ കണ്ടൻസ് നമുക്ക് കാണാൻ കഴിയും. ഈ വെർട്ടിബ്രൽ ബോഡിയുടെ പോസ്റ്റീരിയോ ലാറ്ററൽ ആസ്പെക്റ്റിൽ നിന്ന് 2 പ്രൊജക്ഷൻസ് പുറകോട്ട് പോകുന്നുണ്ട്. ആ പ്രൊജക്ഷൻസിൻ്റെ പേരാണ് പെഡിക്കിൾ. എന്താണ്? പെഡിക്കിൾ. അതിനുശേഷം കുറച്ചുകൂടെ പുറകിലേക്ക് പോകുമ്പോൾ ഈ പെഡിക്കിൾസ് രണ്ടും വീണ്ടും ജോയിൻ ചെയ്യുന്നതായിട്ട് കാണാം. ഈ പെഡിക്കിൾസ് രണ്ടും പിന്നെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതായിട്ട് കാണാം. ആ പോർഷനെയാണ് ലാമിന എന്ന് പറയുന്നത്. എന്താണ്? ലാമിന. ഈ ലാമിനയുടെയും പെഡിക്കിളിൻ്റെയും ജംഗ്ഷനിൽ വെച്ച് ലാറ്ററൽ സൈഡുകളിലോട്ട് ഓരോ പ്രൊജക്ഷൻസ് പോകുന്നുണ്ട്. അവയാണ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ്? ലാമിനെ 2 സൈഡിലെ ലാമിനയും കൂടിച്ചേർന്ന് പുറകിലേക്ക് ഒരു വാല് ഫോം ചെയ്യുന്നുണ്ട്. ആ വാലിൻ്റെ പേരാണ് സ്പൈനസ് പ്രോസസ്. എന്താണ് സ്പൈനസ് പ്രോസസ്? നമുക്കൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം. ന്യൂറൽ ആർച്ച് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പെഡിക്കിൾസ്, ലാമിനെ, സ്പൈനസ് പ്രോസസ്, ട്രാൻസ്വേഴ്സ് പ്രോസസ് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ്. അത് പറയാൻ വിട്ടുപോയി. ഈ പെഡിക്കിളിൻ്റെയും ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെയും ഇടയ്ക്ക്
ഒരു ചെറിയൊരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് ഉണ്ട്. എന്താണ് ആർട്ടിക്കുലേഷൻ? ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ജോയിന്റ് അല്ലേ? അപ്പോൾ മുകളിലത്തെയും താഴത്തെയും രണ്ട് വെർട്ടിബ്രകൾ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫേസറ്റ് ആണ് ആ പെഡിക്കിളിൻ്റെയും ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെയും മധ്യത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ചിൽ എന്തൊക്കെയാണുള്ളത്? പെഡിക്കിൾസ്, ലാമിനെ, ട്രാൻസ്വേഴ്സ് പ്രോസസ്, സ്പൈനസ് പ്രോസസ് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ്. ഒന്നുകൂടെ ഒന്ന് പറയാമോ? പെഡിക്കിൾസ്, ലാമിനെ, ട്രാൻസ്വേഴ്സ് പ്രോസസ്, സ്പൈനസ് പ്രോസസ് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ്. ഈ പെഡിക്കിൾസും ലാമിനയും വെർട്ടിബ്രൽ ബോഡിയും ചേർന്ന് ഒരു ഫൊറാമൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ലാമിന, പെഡിക്കിൾ ആൻഡ് വെർട്ടിബ്രൽ ബോഡി ചേർന്നൊരു ഫൊറാമൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഫൊറാമൻ്റെ പേരാണ് വെർട്ടിബ്രൽ ഫൊറാമൻ. Foramen formed by pedicles, laminae and vertebral body is called vertebral foramen. ഈ വെർട്ടിബ്രൽ ഫൊറാമനിലൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. മൾട്ടിപ്പിൾ വെർട്ടിബ്രൽ ഫൊറാമിനെ ടുഗദർ ഫോംസ് എ കനാൽ നെയിംഡ് ആസ് സ്പൈനൽ കനാൽ. കുറേ വെർട്ടിബ്രകൾ ഒരുമിച്ച് അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ വെർട്ടിബ്രൽ കോളത്തിൽ. അപ്പോൾ എന്ത് പറ്റും? ഈ ഫൊറാമൻസ് എല്ലാം കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കനാൽ ഫോം ചെയ്യും. അതിൻ്റെ പേരാണ് സ്പൈനൽ കനാൽ. ആ സ്പൈനൽ കനാലിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? നമ്മുടെ സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. ഇനി മറ്റൊരു ഓപ്പണിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ പല വെർട്ടിബ്രകൾ അടുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്ത് പറ്റും? രണ്ട് വെർട്ടിബ്രയുടെ പെഡിക്കിൾസ് തമ്മിൽ ഉള്ള സ്ഥലത്ത് എന്ത് പറ്റും? ഒരു ഫൊറാമൻ ഫോം ചെയ്യും. ആ ഫൊറാമൻ്റെ പേരാണ് ഇന്റർവെർട്ടിബ്രൽ ഫൊറാമൻ. എന്താണ്? ഇന്റർവെർട്ടിബ്രൽ ഫൊറാമൻ. An opening between pedicles of adjacent vertebrae on both sides form the intervertebral foramen. Spinal nerves pass through these foramen. ഇന്റർവെർട്ടിബ്രൽ ഫൊറാമൻ വഴിയാണ് സ്പൈനൽ കോഡിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്പൈനൽ നെർവ്സ് കടന്നു പോകുന്നത്. ഈ പിക്ചർ നോക്കിയേ, കണ്ടോ? ഇന്റർവെർട്ടിബ്രൽ ഫൊറാമനിലൂടെ രണ്ട് സൈഡിലേക്കും സ്പൈനൽ നെർവ്സ് കടന്നു പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആ രണ്ട് ഫൊറാമൻസ് ഒന്ന് ഓർത്ത് നോക്കാം നമുക്ക്. ഒരു വെർട്ടിബ്രയുടെ ബോഡിയും പെഡിക്കിളും ലാമിനയും കൂടെ വെർട്ടിബ്രൽ ഫൊറാമൻ ഫോം ചെയ്യുന്നു. മൾട്ടിപ്പിൾ വെർട്ടിബ്രൽ ഫൊറാമിനെ കൂടിച്ചേർന്ന് സ്പൈനൽ കനാൽ ഫോം ചെയ്യുന്നു. ഈ സ്പൈനൽ കനാലിലൂടെ സ്പൈനൽ കോഡ് താഴേക്ക് പോകുന്നു. രണ്ട് വെർട്ടിബ്രയുടെ പെഡിക്കിൾസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫൊറാമനെയാണ് ഇന്റർവെർട്ടിബ്രൽ ഫൊറാമൻ എന്ന് പറയുന്നത്. മറ്റേത് വെർട്ടിബ്രൽ ഫൊറാമൻ, ഇത് ഇന്റർവെർട്ടിബ്രൽ ഫൊറാമൻ. ഈ ഇന്റർവെർട്ടിബ്രൽ ഫൊറാമനിലൂടെയാണ് സ്പൈനിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്പൈനൽ നെർവ്സ് കടന്നു പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ പല അടുത്തടുത്തുള്ള വെർട്ടിബ്ര തമ്മിൽ ജോയിൻ ചെയ്യണം അല്ലേ? ആർട്ടിക്കുലേഷൻ സംഭവിക്കണം. എങ്ങനെയാണ് വെർട്ടിബ്രാസ് തമ്മിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം രണ്ട് വെർട്ടിബ്രൽ ബോഡീസ്, നമ്മുടെ ആൻറ്റീരിയർ കാണുന്ന വെർട്ടിബ്രൽ ബോഡീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായി ത്രൂ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. നമ്മൾ പറഞ്ഞല്ലേ, ഒരു ഫൈബ്രോ കാർട്ടിലേജ് പാഡ് രണ്ട് വെർട്ടിബ്രൽ ബോഡീസിൻ്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ജോയിന്റ് ഉണ്ടാകും. പിന്നെ ഉള്ളത് ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റ് ഇൻ ഫ്രണ്ട്. ഈ കാണുന്നതാണ് ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റ്. അതുപോലെ തന്നെ ബോഡിയുടെ തൊട്ട് പുറകിലായിട്ട് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റും പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റും മൂവബിൾ വെർട്ടിബ്രയുടെ മുകൾ അറ്റം മുതൽ താഴെ അറ്റം വരെ സഞ്ചരിക്കുന്നുണ്ട്. ഈ സഞ്ചരിക്കുന്ന സമയത്ത് അടുത്തടുത്തുള്ള വെർട്ടിബ്രകളെ തമ്മിൽ അവ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. വെർട്ടിബ്രൽ ബോഡീസിനെ തമ്മിൽ യോജിപ്പിക്കുന്നത് ആരൊക്കെയാണ്? ഇന്റർവെർട്ടിബ്രൽ ഡിസ്കും ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റും പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റ്. അടുത്തതായി പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ച് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായി സൈനോവിയൽ ജോയിൻ ബിറ്റ്വീൻ ആർട്ടിക്കുലേറ്റിംഗ് ഫൈസെറ്റ്സ്. നമ്മൾ പറഞ്ഞു അല്ലേ, പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ചിൽ അടുത്തടുത്ത വെർട്ടിബ്രയെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കുലേറ്റിംഗ് ഫൈസെറ്റ്സ് ഉണ്ട്. ആ ആർട്ടിക്കുലേറ്റിംഗ് ഫൈസെറ്റ്സ് തമ്മിൽ ഒരു സൈനോവിയൽ ജോയിന്റ് ഉണ്ടാകും. ആ സൈനോവിയൽ ജോയിന്റ് എന്ത് ചെയ്യുന്നു? പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ചസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു.
അടുത്തതായിട്ട് മൾട്ടിപ്പിൾ ലിഗമെന്റ്സ് ടുഗദർ കോൾഡ് പോസ്റ്റീരിയർ ലിഗമെന്റ് കോംപ്ലക്സ്. പല ലിഗമെന്റ്സ് മുകളിലത്തെയും താഴത്തെയും വെർട്ടിബ്രയെ പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ച് ഭാഗങ്ങളെ കൂടിച്ചേർക്കുന്നു. ആ ലിഗമെന്റ്സിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് അതിനെ ഗ്രൂപ്പായിട്ട് പറയുന്ന പേര് നമ്മൾ പഠിക്കുന്നു പോസ്റ്റീരിയർ ലിഗമെന്റ് കോംപ്ലക്സ്. എന്താണ് പോസ്റ്റീരിയർ ലിഗമെന്റ് കോംപ്ലക്സ്? അടുത്തതായി എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം മൂവ്മെന്റ്സ് പോസിബിൾ ആണെന്ന് നോക്കാം. മൂവ്മെന്റ്സ് പോസിബിൾ ആർ നമ്പർ 1 ഫ്ലെക്ഷൻ ഓർ ഫോർവേഡ് ബെൻഡിങ്. എന്താണ് ഫ്ലെക്ഷൻ ഓർ ഫോർവേഡ് ബെൻഡിങ്? ഈ മൂവ്മെന്റ് ആണ് ഫ്ലെക്ഷൻ ഓർ ഫോർവേഡ് ബെൻഡിങ്. രണ്ടാമത്തേത് എക്സ്റ്റൻഷൻ ഓർ ബാക്ക്വേർഡ് ബെൻഡിങ്. ഈ മൂവ്മെന്റ് ആണ് എക്സ്റ്റൻഷൻ. പിന്നെ ഉള്ളത് ലാറ്ററൽ ബെൻഡിങ്. ഈ മൂവ്മെന്റ് ആണ് ലാറ്ററൽ ബെൻഡിങ്. നാലാമതായി റൊട്ടേഷൻ. നമുക്ക് കാലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സൈഡിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിയാൻ പറ്റുന്ന മൂവ്മെന്റ് ആണ് റൊട്ടേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് മൂവ്മെന്റ്സ് പ്രൊവൈഡഡ് ബൈ വെർട്ടിബ്രൽ കോളം? ഫ്ലെക്ഷൻ ഓർ ഫോർവേഡ് ബെൻഡിങ്, എക്സ്റ്റൻഷൻ ഓർ ബാക്ക്വേർഡ് ബെൻഡിങ്, ലാറ്ററൽ ബെൻഡിങ് ആൻഡ് റൊട്ടേഷൻ. ഇനി നമ്മൾ ഓരോ കൈൻഡ് ഓഫ് വെർട്ടിബ്രയെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ഒന്ന് ഓർത്ത് നോക്കാമോ? ഏതൊക്കെ ടൈപ്പ് വെർട്ടിബ്ര ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. വെർട്ടിബ്രയുടെ പാർട്സ് പഠിച്ചു. ആൻറ്റീരിയർ ബോഡിയെ കുറിച്ച് പഠിച്ചു. പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ചിനെ കുറിച്ച് പഠിച്ചു. എങ്ങനെ രണ്ട് വെർട്ടിബ്രേസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നെന്ന് പഠിച്ചു. പിന്നെ വെർട്ടിബ്ര പ്രൊവൈഡ് ചെയ്യുന്ന മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഓരോ കൈൻഡ് ഓഫ് വെർട്ടിബ്രയെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർവിക്കൽ വെർട്ടിബ്രയാണ്. സെർവിക്കൽ വെർട്ടിബ്രെ 1st to 7th വെർട്ടിബ്രയാണ് സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്, അല്ലേ? ഇതിൻ്റെ ഏറ്റവും ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് വെർട്ടിബ്രൽ ഫൊറാമൻ ഈസ് ട്രയാങ്കുലാർ ഇൻ ഷേപ്പ്. നോക്കിയേ, ഇവിടെ നമുക്ക് ഏകദേശം ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ കാണുന്ന വെർട്ടിബ്രൽ ഫൊറാമനാണ് സെർവിക്കൽ വെർട്ടിബ്രയ്ക്കുള്ളത്. സെർവിക്കൽ വെർട്ടിബ്രെ ലംബാർ വെർട്ടിബ്രയും തൊറാസിക് വെർട്ടിബ്രയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ വെർട്ടിബ്രയാണ് കേട്ടോ. ലംബാർ വെർട്ടിബ്രയാണ് ഏറ്റവും വലിയ വെർട്ടിബ്രെ. തൊറാസിക് വെർട്ടിബ്രെ അതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്. സെർവിക്കൽ വെർട്ടിബ്രെ അതിലും ചെറുതാണ്. പിന്നെ ഉള്ള ഒരു പ്രത്യേക ഫീച്ചറാണ് ഫൊറാമൻ പ്രസന്റ് ഇൻ ദ ട്രാൻസ്വേഴ്സ് പ്രോസസ്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ നമുക്കിവിടെ ഒരു ഫൊറാമൻ കാണാൻ പറ്റുന്നുണ്ട്. ആ ഫൊറാമന്റെ പേരാണ് ട്രാൻസ്വേഴ്സ് ഫൊറാമൻ. എന്തിനു വേണ്ടിയാണ് ഈ ട്രാൻസ്വേഴ്സ് ഫൊറാമൻ? വെർട്ടിബ്രൽ ആർട്ടറീസ് ആൻഡ് വെയിൻസ് പാസ് ത്രൂ ദീസ് ട്രാൻസ്വേഴ്സ് ഫൊറാമൻ. അപ്പം ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ കാണുന്ന ഫൊറാമനെയാണ് ട്രാൻസ്വേഴ്സ് ഫൊറാമൻ അഥവാ ഫൊറാമൻ ട്രാൻസ്വേഴ്സ് ആരിയം എന്ന് വിളിക്കുന്നത്. വെർട്ടിബ്രൽ ആർട്ടറിയും വെർട്ടിബ്രൽ വെയിൻസും പാസ് ചെയ്യുന്നത് ഈ ഒരു ഫൊറാമനിലൂടെയാണ്. മറ്റൊരു പ്രത്യേകതയാണ് സെർവിക്കൽ വെർട്ടിബ്രയുടെ സ്പൈനസ് പ്രോസസ്. സ്പൈനസ് പ്രോസസ്സിന് 2 വാലുകളുണ്ട് അറ്റത്ത്. അതായത് സ്പൈനസ് പ്രോസസ് ഈസ് ബൈഫിഡ് ഇൻ സെർവിക്കൽ വെർട്ടിബ്ര. അപ്പോൾ ഇത്രയുമാണ് സെർവിക്കൽ വെർട്ടിബ്രയുടെ ഡിസ്റ്റിങ്വിഷബിൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് വെർട്ടിബ്രകളിൽ നിന്നും സെർവിക്കൽ വെർട്ടിബ്രയെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? വെർട്ടിബ്രൽ ഫൊറാമൻ ഈസ് ട്രയാങ്കുലർ, foramen in transverse process called foramen transverse arium, and spinous process is bifid. ഈ 3 പോയിന്റ്സ് ആണ് സെർവിക്കൽ വെർട്ടിബ്രയെ മറ്റ് വെർട്ടിബ്രകളിൽ നിന്നും മാറ്റി നിർത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. മൂവബിൾ വെർട്ടിബ്രയിൽ ആദ്യത്തെ 2 വെർട്ടിബ്ര ഒഴിച്ച് ബാക്കി എല്ലാത്തിനുമാണ് ബോഡിയും പോസ്റ്റീരിയർ ന്യൂറൽ ആർച്ചും ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 2 വെർട്ടിബ്രയുടെ സ്ട്രക്ചറിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്, അല്ലേ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വെർട്ടിബ്ര ആർ കോൾഡ് അറ്റിപ്പിക്കൽ വെർട്ടിബ്ര. എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ദെയർ ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ. അവരുടെ സ്ട്രക്ചറിലുള്ള വ്യത്യാസം കാരണം അവയെ അറ്റിപ്പിക്കൽ വെർട്ടിബ്ര എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേരാണ് അറ്റ്ലസ്. അറ്റ്ലസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറ്റ്ലസ് ഒരു ഗ്രീക്ക് ദേവനാണ്. ഗ്രീക്ക് പുരാണങ്ങൾ അനുസരിച്ച് അറ്റ്ലസ് ദേവനാണ് ഹെവനെ, സ്വർഗത്തിനെ തോളിൽ താങ്ങി നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഫസ്റ്റ് വെർട്ടിബ്രയ്ക്ക് അറ്റ്ലസ് എന്ന പേര് കൊടുത്തത്. കാരണം ഇത് ക്രേനിയൽ ക്യാവിറ്റിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ക്രേനിയൽ ക്യാവിറ്റിയെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിബ്രയാണ് ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്ര അഥവാ അറ്റ്ലസ്. സെക്കൻഡ് വെർട്ടിബ്രയുടെ പേരാണ് ആക്സിസ്. എന്തുകൊണ്ടാണ് അതിനെ ആക്സിസ് എന്ന് വിളിക്കുന്നത്? കാരണം ഈ സെക്കൻഡ് വെർട്ടിബ്രയുടെ ആക്സിസിൽ ഇരുന്നുകൊണ്ട് ഫസ്റ്റ് വെർട്ടിബ്ര റൊട്ടേറ്റ് ചെയ്യും.
ആ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണമാണ് നമുക്ക് തല ഇങ്ങനെയും 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 ഒക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് വെർട്ടിബ്രയ്ക്ക് ആക്സിസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചറിൽ കാണുന്നതാണ് സെക്കൻഡ് വെർട്ടിബ്രേ അഥവാ ആക്സിസ്. ഇനി മറ്റൊരു സെർവിക്കൽ വെർട്ടിബ്രേ ഉണ്ട് സ്പെഷ്യലായിട്ട്, സെവൻത് സെർവിക്കൽ വെർട്ടിബ്രേ. എന്തുകൊണ്ടാണ് സെവൻത് സെർവിക്കൽ വെർട്ടിബ്രേ സ്പെഷ്യൽ ആകുന്നത്? സെവൻത് സെർവിക്കൽ വെർട്ടിബ്രേ തൊറാസിക് വെർട്ടിബ്രയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണിച്ചു തരുന്നു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെവൻത് വെർട്ടിബ്രേ ഈസ് ദ ഫസ്റ്റ് വെർട്ടിബ്രേ വിത്ത് ആൻ അൺഡിവൈഡഡ് സ്പൈനസ് പ്രോസസ്. നമ്മൾ പറഞ്ഞായിരുന്നു സെർവിക്കൽ വെർട്ടിബ്രയ്ക്ക് സ്പൈനസ് പ്രോസസ്സ് ബൈഫിഡ് ആണെന്ന് അല്ലേ, 2 വാലുണ്ടെന്ന്. പക്ഷേ സെവൻത് സെർവിക്കൽ വെർട്ടിബ്രയ്ക്ക് ബൈഫിഡ് ആയിട്ടുള്ള വാലല്ല, സ്പൈനസ് പ്രോസസ്സ് സിംഗിൾ എൻഡഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്പൈനസ് പ്രോസസ് ഈസ് വെരി ലോങ് ഇൻ സെവൻത് വെർട്ടിബ്രേ ആൻഡ് ഇറ്റ്സ് ഫോംസ് എ പ്രോമിനന്റ് പാൽപ്പബിൾ പ്രൊജക്ഷൻ. എന്താണ് പാൽപ്പബിൾ എന്ന വാക്കിനർത്ഥം? തൊട്ട് നോക്കാൻ പറ്റുന്നത് എന്നതാണ് പാൽപ്പബിൾ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്ന ഒരു ബോണി പ്രോസസ്സ് ഉണ്ട് അല്ലേ. ആ പ്രോസസ്സ് ഏതാണ്? സെവൻത് വെർട്ടിബ്രയുടെ സ്പൈനസ് പ്രോസസ്സാണ്. അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് അതിൻ്റെ സ്പൈനസ് പ്രോസസ്സ് നമുക്ക് തൊടാൻ സാധിക്കുന്നത് കൊണ്ട് അതിൻ്റെ പേരാണ് വെർട്ടിബ്ര പ്രോമിനൻസ്. അപ്പോൾ C7 വെർട്ടിബ്ര ഈസ് ആൾസോ കോൾഡ് വെർട്ടിബ്ര പ്രോമിനൻസ്. അതുപോലെ തന്നെ ഫൊറാമൻ ട്രാൻസ്വേഴ്സ് ആരിയം നമ്മുടെ C7-ൽ റിലേറ്റീവ്ലി സ്മോൾ ആണ്. കാരണം തൊറാസിക് വെർട്ടിബ്രയിൽ ട്രാൻസ്വേഴ്സ് പ്രോസസ് ഇല്ല. അപ്പോൾ മുകളിലുണ്ടായിരുന്ന സെർവിക്കൽ വെർട്ടിബ്രയിൽ നിന്നും ഫൊറാമൻ ട്രാൻസ്വേഴ്സ് ആരിയം പതിയെ ചെറുതായി വരുന്നതിൻ്റെ ലക്ഷണമാണ് C7 വെർട്ടിബ്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫൊറാമൻ ട്രാൻസ്വേഴ്സ് ആരിയം ഈസ് റിലേറ്റീവ്ലി സ്മോൾ. അപ്പോൾ സെർവിക്കൽ വെർട്ടിബ്രയെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്നത് തൊറാസിക് വെർട്ടിബ്രയിലോട്ടാണ്. തൊറാസിക് വെർട്ടിബ്രേ ആർ 12 ഇൻ നമ്പർ. 12 വെർട്ടിബ്രയാണ് തൊറാസിക് വെർട്ടിബ്രയിലുള്ളത് അല്ലേ. ഇറ്റ്സ് ബോഡി ഈസ് ലൈക്ക് എ ഹാർട്ട് ഷേപ്ഡ്. കണ്ടോ, ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെയാണ് തൊറാസിക് വെർട്ടിബ്രയുടെ ബോഡി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ചില പ്രത്യേകതകളാണ് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് അറ്റ് ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ട്രാൻസ്വേഴ്സ് പ്രോസസ്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സിലും വെർട്ടിബ്രൽ ബോഡിയുടെ ലാറ്ററൽ ആസ്പെക്റ്റിലും ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ് ഉണ്ട് തൊറാസിക് വെർട്ടിബ്രയിൽ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് റിബ്സ്. നമ്മുടെ വാരിയെല്ലുകൾ ഫ്രണ്ടിലെ സ്റ്റേണത്തിൽ നിന്നും ബാക്കിലോട്ട് പോയി അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്? തൊറാസിക് വെർട്ടിബ്രയിലാണ്. അപ്പോൾ ആ തൊറാസിക് വെർട്ടിബ്രയിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഫേസറ്റ്സ് ആണ് ഈ കാണുന്ന ബോഡിയുടെ ലാറ്ററൽ സൈഡിലും ട്രാൻസ്വേഴ്സ് പ്രോസസ്സിലും കാണുന്ന ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ വെർട്ടിബ്രൽ ഫൊറാമൻ. വെർട്ടിബ്രൽ ഫൊറാമൻ ഈസ് ആൾമോസ്റ്റ് സർക്കുലർ ഇൻ ഷേപ്പ്. വെർട്ടിബ്രൽ ഫൊറാമൻ ഈസ് ഓൾമോസ്റ്റ് സർക്കുലർ ഇൻ ഷേപ്പ് ഇൻ തൊറാസിക് വെർട്ടിബ്രേ. നമുക്കൊന്ന് നോക്കാം. പ്രസൻസ് ഓഫ് ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ് ഓൺ ഈച്ച് സൈഡ്സ് ഓഫ് ദ ബോഡി ആൻഡ് ഓൺ ഫ്രണ്ട് ഓഫ് ട്രാൻസ്വേഴ്സ് പ്രോസസ് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് റിബ്സ്. നമ്മൾ പറഞ്ഞ പോയിന്റാണ്, അത് ടൈപ്പ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യമാണ് പ്രസൻസ് ഓഫ് ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ് ഓൺ ഈച്ച് സൈഡ് ആൻഡ് ട്രാൻസ്വേഴ്സ് പ്രോസസ് ആൻഡ് ആൾസോ വെർട്ടിബ്രൽ ഫൊറാമൻ ഈസ് സർക്കുലർ. അടുത്തൊരു പോയിന്റാണ് സ്പൈനസ് പ്രോസസ് ഈസ് ലോങ് ആൻഡ് ഡയറക്റ്റഡ് ബാക്ക്വേർഡ്സ്. ഇവിടെ നോക്കൂ, സ്പൈനസ് പ്രോസസ് വളരെ ലോങ് ആണ്, അതുപോലെ തന്നെ ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ആണ്. നമ്മൾ സെർവിക്കൽ വെർട്ടിബ്രയിൽ നേരെ ബാക്കിലോട്ടാണ് കണ്ടത്, എന്നാൽ തൊറാസിക് വെർട്ടിബ്രയിൽ സ്പൈനസ് പ്രോസസ് താഴോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊറാസിക് വെർട്ടിബ്രയുടെ ഫീച്ചേഴ്സ് മനസ്സിലായല്ലോ. ഈ പിക്ചറിൽ കാണുന്നത് റിബ് വന്ന് അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ, ഒരു റിബ് മുകളിലത്തെയും താഴത്തെയും വെർട്ടിബ്രൽ ബോഡിയിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുകളിലും താഴെയും വെർട്ടിബ്രൽ ബോഡിയുടെ ലാറ്ററൽ ആസ്പെക്റ്റിൽ ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ് ഉള്ളത്. കണ്ടോ, ഇവിടെ ഒരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് ഉണ്ട്, ഇവിടെ ഒരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് ഉണ്ട്, ഇവിടെ ഒരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് ഉണ്ട്, ഇവിടെയും ഒരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് ഉണ്ട്, ഇവിടെയും ഒരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് ഉണ്ട്, ഇവിടെയും ഒരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ് ഉണ്ട്. അപ്പോൾ തൊറാസിക് വെർട്ടിബ്രയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത് കടന്നു പോകുന്നത് ലംബാർ വെർട്ടിബ്രയിലോട്ടാണ്. ലംബാർ വെർട്ടിബ്ര ആർ 5 ഇൻ നമ്പർ. ലംബാർ വെർട്ടിബ്രയുടെ ഡിസ്റ്റിങ്വിഷബിൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ആദ്യത്തേത് ഹൈറ്റ് ഓഫ് ദ ബോഡി ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആൻറ്റീരിയർലി ദാൻ പോസ്റ്റീരിയർലി. വെർട്ടിബ്രൽ ബോഡിയുടെ ഫ്രണ്ടിലെ ഹൈറ്റ്, ആൻറ്റീരിയർ പാർട്ടിലെ ഹൈറ്റ്
പോസ്റ്റീരിയർ ആസ്പെക്റ്റിനേക്കാളും ഒരല്പം കൂടി കൂടുതലാണ്. അതുപോലെ തന്നെ വെർട്ടിബ്രൽ ഫൊറാമൻ ഈസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ് അഗെയിൻ. സെർവിക്കൽ വെർട്ടിബ്രയിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ട്രയാങ്കുലർ ഷേപ്പ് വെർട്ടിബ്രൽ ഫൊറാമൻ. അതുപോലെ തന്നെയാണ് ലംബാർ വെർട്ടിബ്രയിലും ട്രയാങ്കുലർ ഷേപ്പ് വെർട്ടിബ്രൽ ഫൊറാമൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് സ്പൈനസ് പ്രോസസ്. സ്പൈനസ് പ്രോസസ് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ? മറ്റേതെല്ലാം ഒരു ലോങ് പ്രോസസ് ആയിരുന്നപ്പോൾ ഇതൊരു ക്വാഡ്രിലാറ്ററൽ കൈൻഡ് ഓഫ് പ്രോസസ്സാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ സ്ട്രക്ചർ കൊടുക്കാൻ കാര്യം? ലംബാർ വെർട്ടിബ്രെ മുകളിലുള്ള വെയിറ്റ് അത്രയും താങ്ങാനുണ്ട് അല്ലേ. നമ്മുടെ നെക്കിൻ്റെയും അപ്പർ ലിംബിൻ്റെയും ഒക്കെ വെയിറ്റ്, ചെസ്റ്റിൻ്റെയൊക്കെ വെയിറ്റ് താങ്ങാനുള്ള ആൾ ലംബാർ വെർട്ടിബ്രയാണ്. ആ ലംബാർ വെർട്ടിബ്രയ്ക്ക് അത്രയും വെയിറ്റ് താങ്ങാനുള്ള അഡീഷണൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലംബാർ വെർട്ടിബ്രയുടെ സ്പൈനസ് പ്രോസസ്സ് കുറച്ച് തിക്കായിട്ട് ക്വാഡ്രിലാറ്ററൽ ഷേപ്പിലേക്ക് മാറിയിരിക്കുന്നത്. ലാറ്ററൽ ടു ദ ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ലിഗമെന്റ്, the right crus of diaphragm is attached to L1, L2 and L3 and the left crus of diaphragm is attached to L1 and L2. മനസ്സിലായോ? എന്തേലും നമുക്ക് നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിയെയും തൊറാസിക് കാവിറ്റിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസിലുണ്ട് അല്ലേ, ഡയഫ്രം. അപ്പോൾ ആ ഡയഫ്രത്തിൻ്റെ പോസ്റ്റീരിയർ അറ്റാച്ച്മെൻറ്റ് ലംബാർ വെർട്ടിബ്രയിലോട്ടാണ്. ഈ ക്രസ് ഓഫ് ഡയഫ്രം എന്ന് പറഞ്ഞാൽ ലിഗമെന്റ് ടെൻഡോൺ ലൈക്ക് സ്ട്രക്ചർ ഓഫ് ഡയഫ്രം ഫോർ ദ അറ്റാച്ച്മെൻ്റ് ആണ് ക്രസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നും ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്നും വന്ന് ഫൈബേഴ്സ് വെർട്ടിബ്രയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ റൈറ്റ് സൈഡിലെ ക്രസ് അറ്റാച്ച് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? L1 ആൻഡ് L2 ആൻഡ് L3. അതേസമയം ലെഫ്റ്റിലെ ഡയഫ്രം ക്രസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് L1ലും L2ലുമാണ്. ഈ ഫിഗറിൽ നമുക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് L1ലും L2ലും അറ്റാച്ച് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് L1ലും L2ലും L3ലും അറ്റാച്ച് ചെയ്യുന്നു. അപ്പം ലംബാർ വെർട്ടിബ്രയെ കുറിച്ചും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാക്രത്തിനെ കുറിച്ചാണ്. സാക്രത്തിൻ്റെ മറ്റൊരു പേരാണ് വെർട്ടിബ്ര മാഗ്നം. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് വെർട്ടിബ്ര മാഗ്നം. സാക്രം ഈസ് എ ലാർജ് ഫ്ലാറ്റൻഡ് ട്രയാങ്കുലർ ബോൺ. ഇതൊരു ഫ്ലാറ്റൻഡ് ട്രയാങ്കുലർ ബോൺ ആണ്. എങ്ങനെ ഉണ്ടായതാണ്? ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 5 സാക്രൽ വെർട്ടിബ്രെ. 5 സാക്രൽ വെർട്ടിബ്രെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്താണ് എന്തായത്? സാക്രം ഫോം ചെയ്തിരിക്കുന്നത്. ഈ സാക്രം പെൽവിക് കാവിറ്റിയുടെ പോസ്റ്റീരിയോ സുപ്പീരിയർ പാർട്ടായിട്ട് മാറും. എങ്ങനെ? ബൈ ജോയിനിങ് ടു ദ ഇലിയം ത്രൂ സാക്രോ ഇലിയാക് ജോയിൻറ്റ്. സാക്രോ ഇലിയാക് ജോയിൻറ്റ് വഴി എന്ത് ചെയ്യാണ്? ഇലിയവുമായിട്ട് ജോയിൻ ചെയ്ത് പെൽവിക് കാവിറ്റിയുടെ ഒരു ഭാഗമാവുകയാണ് സാക്രം. ഒരു ഭാഗം എന്നല്ല, പോസ്റ്റീരിയർ സുപ്പീരിയർ ആസ്പെക്റ്റിലെ പാർട്ടായിട്ട് മാറുകയാണ് സാക്രം. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പെൽവിക് സർഫസും ഉണ്ട്, ഒരു ഡോർസൽ സർഫസും ഉണ്ട്. പെൽവിക് സർഫസ് സ്മൂത്തും കോൺകേവും ആണ്, അതേസമയം ഡോർസൽ സർഫസ് ഇറഗുലറും കോൺവെക്സുമാണ്. മനസ്സിലായല്ലോ? പെൽവിക് സർഫസ് ഈസ് കോൺകേവ് ആൻഡ് സ്മൂത്ത്, ഡോർസൽ സർഫസ് ഈസ് കോൺവെക്സ് ആൻഡ് റഫ്. A projection at the anterior margin of joint between the L5 and sacrum. L5ഉം സാക്രവും കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ ആൻറ്റീരിയർ സൈഡിൽ എന്തുണ്ട്? ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷൻ്റെ പേരാണ് സാക്രൽ പ്രൊമോൺട്രി. ആ പ്രൊജക്ഷൻ്റെ പേരാണ് സാക്രൽ പ്രൊമോൺട്രി. സ്പൈനൽ കനാൽ ലൈസ് ബിഹൈൻഡ് ദ ഫ്യൂസ്ഡ് ബോഡീസ് വിച്ച് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് സ്പൈനൽ കനാൽ ഫ്രം ദ എബോവ് വെർട്ടിബ്രെ. അപ്പോൾ ഈ സാക്രത്തിൻ്റെ ബേസിൻ്റെ പുറകിലായിട്ട് എന്തുണ്ട്? സ്പൈനൽ കനാല് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് പ്രോസസ് ഓഫ് ഈച്ച് സാക്രൽ വെർട്ടിബ്രെ ഫ്യൂസ് ടു ഫോം ദ ലാറ്ററൽ മാസ് ഓഫ് ദ സാക്രം. അപ്പോൾ ഈ 5 സാക്രൽ വെർട്ടിബ്രയുടെയും ട്രാൻസ്വേഴ്സ് പ്രോസസ് ഉണ്ട് അല്ലേ. ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ലാറ്ററൽ മാസ് ഓഫ് ദ സാക്രം ഫോം ചെയ്യുന്നത്. ഈ ലാറ്ററൽ മാസ് ഓഫ് ദ സാക്രത്തിൻ്റെ ബേസിലുള്ള ഒരു ബ്രോഡ് സർഫസിനെയാണ് നമ്മൾ ഏല ഓഫ് സാക്രം എന്ന് പറയുന്നത്. ലാറ്ററൽ മാസ് ഓഫ് ദ സാക്രത്തിൻ്റെ ഏറ്റവും ബേസിൽ എന്ത് കാണും? ഒരു ഒബ്ലിക് വൈഡ് സർഫസ് ഉണ്ട്, ഒരു ഒബ്ലിക് ബ്രോഡ് സർഫസ് ഉണ്ട്. ആ സർഫസിൻ്റെ പേരാണ് ഏല ഓഫ് സാക്രം. ഈ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയയാണ് ഏല. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം.
Projection at anterior margin of junction between L5 and sacrum is called sacral promontory. Spinal canal lies behind the fused bodies, which is a continuation of spinal canal from above. Spinal canal മുകളിൽ നിന്നും താഴേക്ക് ഈ ഫ്യൂസ്ഡ് വെർട്ടിബ്രൽ ബോഡീസിൻ്റെ പുറകിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാറ്ററൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പ്രോസസ്സുകൾ ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത് എന്തായി മാറുന്നുണ്ട്? ലാറ്ററൽ മാസ് ഓഫ് ദി സാക്രം ആവുന്നുണ്ട്. ലാറ്ററൽ മാസിൻ്റെ ബേസിൽ ഒരു ബ്രോഡ് ഒബ്ലിക് സർഫസ് ഉണ്ട്. ആ സർഫസിനെ നമ്മൾ ഏല ഓഫ് ദ സാക്രം എന്ന് വിളിക്കുന്നു. അപ്പക്സ് ഓഫ് ദ സാക്രം ഈസ് ഫോംഡ് ബൈ ദ ഇൻഫീരിയർ സർഫസ് ഓഫ് ബോഡി ഓഫ് ഫിഫ്ത്ത് സാക്രൽ വെർട്ടിബ്രേ. അവിടെ ഒരു നോട്ടിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫിഫ്ത്ത് സാക്രൽ വെർട്ടിബ്രേ ആണ്. അപ്പം അപ്പക്സ് ഓഫ് ദ സാക്രം ഈസ് ഫോംഡ് ബൈ ദ ഇൻഫീരിയർ സർഫസ് ഓഫ് ദ ബോഡി ഓഫ് ഫിഫ്ത്ത് സാക്രൽ വെർട്ടിബ്രേ. ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് വിച്ച് ബോൺ? സാക്രത്തിൻ്റെ താഴെ ഏതാണ്? കോക്സിക്സ് ബോൺ. അപ്പോൾ ഫിഫ്ത്ത് സാക്രൽ വെർട്ടിബ്രയുടെ ബോഡിയുടെ ഇൻഫീരിയർ സർഫസ് എവിടെയാണ് ഫ്യൂസ് ചെയ്യുന്നത്? കോക്സിക്സ് ബോണുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലാറ്ററൽ മാസിൽ നമുക്ക് കുറച്ച് സാക്രൽ ഫൊറാമിനെ കാണാൻ പറ്റുന്നുണ്ട്. സാക്രൽ ഫൊറാമിനെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പാസേജ് ഓഫ് സാക്രൽ നെർവ്സ് ആൻഡ് സാക്രൽ ആർട്ടറീസ്. മുകളിൽ മൂവബിൾ വെർട്ടിബ്രയിൽ അത് എന്തായിരുന്നു? ഇന്റർവെർട്ടിബ്രൽ ഫൊറാമിനായിരുന്നു. അവിടുത്തെ ഇന്റർവെർട്ടിബ്രൽ ഫൊറാമിന് പകരമാണ് സാക്രത്തിൽ സാക്രൽ ഫൊറാമിനെ ഉള്ളത് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് സാക്രൽ നെർവ്സ് ആൻഡ് സാക്രൽ ആർട്ടറീസ്. സാക്രൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ സാക്രത്തിൻ്റെ സ്പൈനൽ നെർവ്സ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സാക്രവും നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ പോകുന്നത് കോക്സിസിലോട്ടാണ്. കോക്സിസ് ഈസ് എ സ്മോൾ ട്രയാങ്കുലർ ബോൺ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 4 rudimentary കോക്സിജൽ വെർട്ടിബ്രേ. എന്താണ് ഈ റുഡിമെൻ്ററി? റുഡിമെൻ്ററി മീൻസ് അണ്ടർ ഡെവലപ്ഡ്. ഈ കോക്സിസ് എന്ന് പറഞ്ഞാൽ ടെയിൽ ബോണാണ്. ആനിമൽസിൽ വാലിൻ്റെ സ്ഥാനത്ത് കാണുന്ന ബോണാണ് കോക്സിസ് ബോൺ. അത് മനുഷ്യന് പരിണാമത്തിൽ എന്ത് പറ്റുന്നു? അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് വാല് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് കോക്സിസിനെ റുഡിമെൻ്ററി ബോൺസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രോഗ്രസീവ്ലി ഡിമിനിഷസ് ഇൻ സൈസ് ഫ്രം എബവ് ഡൗൺവേർഡ്സ്. മുകളിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യുന്നു? കോക്സിസിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. അതായത് ഫസ്റ്റ് കോക്സിജൽ വെർട്ടിബ്രേക്കാളും സൈസ് കുറവാണ് സെക്കൻഡ് കോക്സിജൽ വെർട്ടിബ്രേ, അതിനേക്കാളും സൈസ് കുറവാണ് തേർഡ് കോക്സിജൽ വെർട്ടിബ്രേ, അതിനേക്കാളും സൈസ് കുറവാണ് ഫോർത്ത് കോക്സിജൽ വെർട്ടിബ്രേ. ഇറ്റ് മേക്സ് എ കണ്ടിന്യൂസ് കർവ് വിത്ത് സാക്രം. ഇത് സാക്രവുമായിട്ട് ഒരു കണ്ടിന്യൂസ് കർവ് ഉണ്ടാക്കുന്നുണ്ട്. ബേസ് ഓഫ് ദ കോക്സിസ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ അപ്പക്സ് ഓഫ് ദ സാക്രം. സാക്രത്തിൻ്റെ അപ്പക്സിൽ നമ്മുടെ കോക്സിക്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വെർട്ടിബ്രയെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. സെർവിക്കൽ വെർട്ടിബ്രയെ കുറിച്ച് പഠിച്ചു, തൊറാസിക് വെർട്ടിബ്രയെ കുറിച്ച് പഠിച്ചു, ലംബാർ വെർട്ടിബ്രയെ കുറിച്ച് പഠിച്ചു, സാക്രത്തിനെ കുറിച്ചും കോക്സിക്സിനെ കുറിച്ചും പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് വെർട്ടിബ്രൽ കോളത്തിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫങ്ഷൻസ്? ആദ്യത്തേത് നമ്മൾ ആദ്യമേ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആക്ട്സ് ആസ് എ ഫേം സപ്പോർട്ട് ടു ദ ബോഡി. നിവർന്ന് നിൽക്കുവാനുള്ള സപ്പോർട്ടും ബലവും തരുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. അതുപോലെ തന്നെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ആക്ട് ആസ് ഷോക്ക് അബ്സോർബേഴ്സ്. എന്താണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്? ഷോക്ക് അബ്സോർബേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഒരു ചെറിയ ഹൈറ്റിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോഴൊന്നും നമ്മുടെ നട്ടെല്ലുകൾക്ക് ക്ഷതമേൽക്കാത്തത് ഈ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഉള്ളതുകൊണ്ടാണ്. ഇറ്റ് ആൾസോ ഗിവ്സ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ്സിന് ഫ്ലെക്സിബിലിറ്റി തരുന്നതിൽ ഒരു പങ്ക് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ഇനാബിൾ ബെൻഡിങ് വിത്തൗട്ട് ബ്രേക്കിംഗ്. നമ്മൾ അധികമായിട്ട് കുനിയുമ്പോഴൊക്കെ ഒരു വെർട്ടിബ്രൽ കോളംസിന് ബ്രേക്കേജ് ഉണ്ടാവാതെ കീപ്പ് ചെയ്യുന്നതും ഈ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഇറ്റ് പ്രൊട്ടക്ട് സ്പൈനൽ കോഡ് ആൻഡ് സ്പൈനൽ നെർവ്സ്. വെർട്ടിബ്രൽ കോളമാണ് നമ്മുടെ സ്പൈനൽ കോഡിനെയും സ്പൈനൽ നെർവ്സിനെയും ഇഞ്ചുറീസിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നത്. അടുത്ത ഫംഗ്ഷനാണ് ഇറ്റ് ഗീവ്സ് അറ്റാച്ച്മെൻറ്റ് ടു സെവറൽ മസിൽസ് ആൻഡ് റിബ്സ്. റിബ്സിനും നമ്മുടെ ബാക്കിലെ ഒത്തിരി അധികം മസിൽസിനും അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത് ആരാണ്? ഈ വെർട്ടിബ്രൽ കോളമാണ്. ഇറ്റ് ഫോംസ് എ സ്ട്രോങ് പോസ്റ്റീരിയർ ബൗണ്ടറി ഫോർ കാവിറ്റീസ് ഓഫ് ദ ട്രങ്ക്. നമ്മുടെ തൊറാസിക് കേവിറ്റിക്കും അബ്ഡോമിനൽ കേവിറ്റിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസ്റ്റീരിയർ ബൗണ്ടറി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഹെമറ്റോപോയസിസ്. നമ്മൾ ബ്ലഡിനെ കുറിച്ച് പഠിക്കുന്നു അല്ലേ? ഹെമറ്റോപോയസിസ് നടക്കുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. അപ്പോൾ വെർട്ടിബ്രൽ കോളംസിൻ്റെ ബോൺ മാരോയിസിൽ ഹെമറ്റോപോയസിസ് വളരെ അധികമായിട്ട് നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഹെമറ്റോപോയസിസ്.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പത്തോളജീസ് റിലേറ്റഡ് ടു വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളത്തിൻ്റെ രോഗാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സ്കോളിയോസിസ്. സ്കോളിയോസിസ് ഈസ് സൈഡ് വേസ് കർവേച്ചർ ഓഫ് വെർട്ടിബ്രൽ കോളം. ഈ ഇമേജ് നോക്കിയേ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കേണ്ട സ്പൈനിന് പകരം ഒരു സൈഡിലേക്ക് ഒരു കർവ് ഉണ്ട് അല്ലേ? ആ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കോളിയോസിസ് എന്ന് പറയുന്നത്. സൈഡ് വേസ് കർവേച്ചർ ഓഫ് വെർട്ടിബ്രൽ കോളം. അടുത്ത പത്തോളജിക്കൽ കണ്ടീഷനാണ് കൈഫോസിസ്. കൈഫോസിസ് ഈസ് എക്സസീവ് ബാക്ക്വേർഡ് കോൺവെക്സിറ്റി ഓഫ് ദ സ്പൈൻ. എക്സസീവ് ബാക്ക്വേർഡ് കോൺവെക്സിറ്റി കണ്ടോ? ഇവിടെ ഒരു നോർമൽ സ്പൈൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ എക്സസീവ് ആയിട്ട് ബാക്ക്വേർഡ് കോൺവെക്സിറ്റി ഉണ്ടായ സ്പൈനും കാണിച്ചിട്ടുണ്ട്. അപ്പം കൈഫോസിസ് എന്ന് പറയുന്നത് എക്സസീവ് ബാക്ക്വേർഡ് കോൺവെക്സിറ്റി ഓഫ് സ്പൈൻ. അടുത്തത് സ്പോണ്ടൈലോലിസ്തസിസ്. സ്പോണ്ടൈലോലിസ്തസിസ് ഈസ് ഫോർവേഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൺ വെർട്ടിബ്രേ ഓവർ അനദർ. ഒരു വെർട്ടിബ്രേ മറ്റ് വെർട്ടിബ്രയുടെ മുകളിലൂടെ ഫ്രണ്ടിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുന്നതാണ് സ്പോണ്ടൈലോലിസ്തസിസ്. ഇറ്റ് കോമൺലി അക്കേഴ്സ് ബിറ്റ്വീൻ L5S1 ആൻഡ് ബിറ്റ്വീൻ L4L5. L5 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ലംബാർ വെർട്ടിബ്രേ ആൻഡ് S1 ഈസ് ഫസ്റ്റ് സാക്രൽ വെർട്ടിബ്രേ. L5ൻ്റെയും S1ൻ്റെയും ഇടയ്ക്കും അതുപോലെ തന്നെ L4ൻ്റെയും L5ൻ്റെയും ഇടയ്ക്കുമാണ് എന്ത് കൂടുതലായിട്ട് കാണുന്നത്? സ്പോണ്ടൈലോലിസ്തസിസ് കൂടുതലായിട്ട് കാണുന്നത്. ഇതൊരു MCQ പോയിന്റ് ആണ് കേട്ടോ. സ്പോണ്ടൈലോലിസ്തസിന്റെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഏതൊക്കെയാണ്? L5S1 ആൻഡ് L4L5. അടുത്തത് സ്പോണ്ടൈലോസിസ്. എന്താണ് സ്പോണ്ടൈലോസിസ്? സ്പോണ്ടൈലോസിസ് ഈസ് ഡീജനറേഷൻ ഓഫ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. നമ്മുടെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന്റെ ഡീജനറേഷൻ സംഭവിച്ചാൽ, ഇവിടുത്തെ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് തേഞ്ഞു മാഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? അതാണ് സ്പോണ്ടൈലോസിസ്. മറ്റൊന്ന് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. പ്രൊലാപ്സ് ഓഫ് ഡിസ്ക് കണ്ടന്റ് ഔട്ട്സൈഡ് ദ മാർജിൻസ് ഓഫ് വെർട്ടിബ്രൽ ബോഡി. വെർട്ടിബ്രൽ ബോഡിയുടെ മാർജിൻസിന് പുറത്തേക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്ത് വരുവാണ് അല്ലേ? ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് വെർട്ടിബ്രൽ ബോഡിയുടെ മാർജിൻസിൽ നിന്നും പുറത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ സൈഡിലും പുറകിലുമായിട്ടുള്ള സ്പൈനൽ നെർവ്സിനെയും സ്പൈനൽ കോഡിനെയും അത് ഡിസ്റ്റർബ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ന്യൂറൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരികയും ചെയ്യും. പ്രൊലാപ്സ് ഓഫ് ഡിസ്ക് കണ്ടന്റ് ഔട്ട്സൈഡ് മാർജിൻസ് ഓഫ് വെർട്ടിബ്രൽ ബോഡി. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വെർട്ടിബ്രൽ കോളത്തിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. എന്താണ് വെർട്ടിബ്രൽ കോളം എന്ന് പഠിച്ചു. പല വെർട്ടിബ്രേസ് ചേർന്നാണ് ഈ 60 to 70 സെൻറ്റിമീറ്റർ വരുന്ന 33 വെർട്ടിബ്രേസ് കൂടി ചേർന്നുണ്ടാകുന്ന വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. അതിൽ 7 സെർവിക്കൽ വെർട്ടിബ്രേ, 12 തൊറാസിക് വെർട്ടിബ്രേ, 5 ലംബാർ വെർട്ടിബ്രേ, 5 സാക്രൽ വെർട്ടിബ്രേ ഫ്യൂസ് ചെയ്ത് സാക്രം, 5 കോക്സിജൽ വെർട്ടിബ്രേ, 4 കോക്സിജൽ വെർട്ടിബ്രേ ഫോം ചെയ്ത് കോക്സിസ് എന്നിവ ഫോം ചെയ്യുന്നു. ഓരോ വെർട്ടിബ്രയെക്കുറിച്ചും അവയുടെ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചേഴ്സിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അതിനുശേഷം അവ പ്രൊവൈഡ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് പഠിച്ചു, അവയുടെ ഫങ്ഷൻസ് പഠിച്ചു, അവയുടെ രോഗാവസ്ഥകളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു സ്ട്രക്ചറിലോട്ടാണ്. ഏതാണ്? ബോണി പെൽവിസ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അരക്കെട്ട്. അതാണ് ബോണി പെൽവിസ്. ബോണി പെൽവിസ് ഈസ് ഫോംഡ് ബൈ 4 ബോൺസ് യുണൈറ്റഡ് ബൈ 4 ജോയിൻറ്റ്സ്. 4 ബോൺസിനെ 4 ജോയിൻസ് കൊണ്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ബോണി പെൽവിസ് ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ് 4 ബോൺസ്? ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഏതൊക്കെയാണ് 4 ബോൺസ്? 2 ഹിപ്പ് ബോൺസ്, ഒരു സേക്രം, ഒരു കോക്സിക്സ്. അങ്ങനെയാണ് 4 ബോൺസ് നമുക്ക് ബോണി പെൽവിസ് ഫോം ചെയ്യുന്നത്. ഈ 4 ബോൺസ് 4 ജോയിൻസിലൂടെ ഫ്യൂസ് ചെയ്യുന്നു. ഏതൊക്കെ ജോയിൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് സാക്രോ ഇലിയാക് ജോയിന്റ്. സാക്രോ ഇലിയാക് ജോയിന്റ്. എത്ര സാക്രോ ഇലിയാക് ജോയിന്റ് ഉണ്ട്? റൈറ്റിലും ലെഫ്റ്റിലും ഉണ്ട് അല്ലേ? അപ്പോൾ 2 സാക്രോ ഇലിയാക് ജോയിൻസ്, ഒരു സാക്രോ കോക്സിജിയൽ ജോയിന്റ്, ഒരു പ്യൂബിക് സിംഫൈസിസ്. ഓക്കെ, അപ്പോൾ 4 ബോൺസ് ഏതൊക്കെയാണ്? 2 ഹിപ്പ് ബോൺസ്, ഒരു കോക്സിക്, ഒരു സാക്രം. അതുപോലെ 4 ജോയിൻസ് ഏതൊക്കെയാണ്? 2 സാക്രോ ഇലിയാക് ജോയിൻസ്, ഒരു സാക്രോ കോക്സിജിയൽ ജോയിന്റ്, ഒരു പ്യൂബിക് സിംഫൈസിസ്. പെൽവിക് ഇൻലെറ്റ് ഓർ പെൽവിക് ബ്രിം ഡിവൈഡ്സ് ദ പെൽവിസ് ഇൻറ്റു 2 പാർട്സ്. പെൽവിസിനെ പെൽവിക് ബ്രിം അഥവാ പെൽവിക് ഇൻലെറ്റ് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പാർട്സ് ആണ്? അപ്പർ പാർട്ട് ഈസ് നോൺ ആസ്
greater pelvis or false pelvis, and inner part or lower part is called lesser pelvis or true pelvis. എന്താണ് പെൽവിക് ബ്രിം? പെൽവിക് ബ്രിം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഗ്രേറ്റർ പെൽവിസും ലെസർ പെൽവിസും ഒക്കെ മനസ്സിലാവുള്ളൂ അല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടൊന്ന് പോയി നോക്കാം മനസ്സിലാവുമെന്ന്. പെൽവിക് ഇൻലെറ്റ് ഈസ് ആൻ ഒബ്ലിക് പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 50 to 60 degrees. ഇതൊരു ഒബ്ലിക് പ്ലെയിൻ ആണ്. ഒരു ഹൊറിസോണ്ടലുമായിട്ട് താഴേക്ക് ഒരു 50 മുതൽ 60 ഡിഗ്രി വരെ എന്ത് ചെയ്യുന്നു, ഒരു ആംഗുലേഷൻ ഉണ്ടാക്കുന്ന പ്ലെയിൻ ആണ്. അപ്പോൾ പെൽവിക് ബ്രിമ്മിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോസ്റ്റീരിയർ ബൗണ്ടറി ഈസ് ഫോംഡ് ബൈ സാക്രൽ പ്രൊമോണ്ടറി. സാക്രൽ പ്രൊമോണ്ടറി എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്മൾ സാക്രം പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ്? അറ്റ് ദ ജംഗ്ഷൻ ഓഫ് L5 ആൻഡ് S1 there is an anterior projection called സാക്രൽ പ്രൊമോണ്ടറി. അതുപോലെ തന്നെ ആൻറ്റീരിയറിൽ നമ്മളെ ലീനിയ ടെർമിനാലിസിൻ്റെ ബൗണ്ടറി വരുന്നത് അപ്പർ ബോർഡർ ഓഫ് പ്യൂബിക് സിംഫൈസിസ്. അപ്പർ ബോർഡർ ഓഫ് പ്യൂബിക് സിംഫൈസിസ്. പ്യൂബിക് സിംഫൈസിസ് എന്താണ്? രണ്ട് പ്യൂബിക് ബോൺസ് കൂടിച്ചേരുന്ന ഭാഗമാണ് പ്യൂബിക് സിംഫൈസിസ്. ലാറ്ററലി ബൈ ലീനിയ ടെർമിനാലിസ്. ലീനിയ ടെർമിനാലിസ് ലാറ്ററലി ബൈ ലീനിയ ടെർമിനാലിസ്. ലീനിയ ടെർമിനാലിസിൻ്റെ കണ്ടൻസ് ഏതൊക്കെയാണ്? ആർക്കെങ്കിലും അറിയാമോ? നമുക്ക് നോക്കാം അല്ലേ? ഇപ്പോൾ ലീനിയ ടെർമിനാലിസ് എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ലീനിയ ടെർമിനാലിസ് കണ്ടെയ്ൻസ് ആൻറ്റീരിയർ മാർജിൻ ഓഫ് ഏല ഓഫ് സാക്രം. നമ്മൾ ഈ കാണുന്ന സാക്രത്തിൻ്റെ ഏല ഓഫ് സാക്രത്തിൻ്റെ ആൻറ്റീരിയർ മാർജിൻ, അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആർക്കുവേറ്റ് ലൈൻ ഓഫ് ഇലിയൽ ബോൺ. എന്താണ് ആർക്കുവേറ്റ് ലൈൻ ഓഫ് ഇലിയൽ ബോൺ? ആർക്കുവേറ്റ് ലൈൻ ഓഫ് ഇലിയൽ ബോൺ എന്ന് പറഞ്ഞാൽ ഈ പെൽവിക് ഇലിയൽ ബോണിൻ്റെ മീഡിയൽ സർഫസിൻ്റെ ലോവർ മാർജിനെയാണ് എന്തെന്ന് പറയുന്നത്? ആർക്കുവേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഏല ഓഫ് സാക്രത്തിൻ്റെ ആൻറ്റീരിയർ മാർജിൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു, ആർക്കുവേറ്റ് ലൈനിൽ വരുന്നു. ആർക്കുവേറ്റ് ലൈൻ കഴിഞ്ഞിട്ട് എന്തിലേക്ക് എത്തുന്നു? പെക്ടീനിയൽ ലൈൻ ഓഫ് പ്യൂബിസ്. പ്യൂബിക് ബോണിൻ്റെ പെക്ടീനിയൽ ലൈനിലേക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. അവിടെ നിന്നും പ്യൂബിക് ക്രസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പെൽവിക് ബ്രിമ്മിൻ്റെ ബൗണ്ടറീസ്? പോസ്റ്റീരിയർലി സാക്രൽ പ്രൊമോണ്ടറി, ആൻറ്റീരിയർലി പ്യൂബിക് സിംഫൈസിസ്, and laterally by linea terminalis. Linea terminalis contains anterior margin of ala of sacrum, arcuate line of ilial bone, and pectineal line of pubis plus pubic crust. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മുടെ പെൽവിസിനെ ഫോൾസ് പെൽവിസ് അഥവാ ഗ്രേറ്റർ പെൽവിസ് ആയിട്ടും ട്രൂ പെൽവിസ് അഥവാ ലെസ്സർ പെൽവിസുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പെൽവിക് ബ്രിം ഫോം ചെയ്തത് അല്ലേ? ഈ പെൽവിക് ബ്രിമ്മിൻ്റെ മുകളിലുള്ള ഭാഗത്തിനെ ഗ്രേറ്റർ പെൽവിസ് എന്നും ഇതിൻ്റെ താഴെ അഥവാ ഈ ഉള്ളിലുള്ള ഭാഗത്തെ എന്തെന്നും വിളിക്കുന്നു? ലെസ്സർ പെൽവിസ് അഥവാ ട്രൂ പെൽവിസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. പെൽവിക് ബ്രിമ്മ് മുകളിലുള്ള ഭാഗത്തെ ഗ്രേറ്റർ പെൽവിസ് അഥവാ ഫോൾസ് പെൽവിസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പെൽവിക് ബ്രിമ്മിൻ്റെ അടിയിൽ അഥവാ ഉള്ളിലുള്ള ഭാഗത്തെ ലെസ്സർ പെൽവിസ് അഥവാ ട്രൂ പെൽവിസ് എന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഗ്രേറ്റർ പെൽവിസിനെ എന്തൊക്കെയാണുള്ളത്? ഇൻക്ലൂഡ്സ് 2 ഇലിയാക് ഫോസെ. ഇലിയാക് ഫോസ എന്ന് പറയുന്നത് ഇലിയത്തിൻ്റെ മീഡിയൽ മാർജിനിൽ കാണുന്ന ഈ ഒരു ഏരിയയാണ് ഇലിയാക് ഫോസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലിയാക് ഫോസ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് ഗ്രേറ്റർ പെൽവിസ്. ഗ്രേറ്റർ പെൽവിസ് includes 2 iliac fossae and forms a part of the posterior abdominal wall. പോസ്റ്റീരിയർ അബ്ഡോമിനൽ വോളിൻ്റെ ഒരു മേജർ പോർഷനാണ് ഈ ഗ്രേറ്റർ പെൽവിസിൻ്റെ ഇലിയാക് ഫോസ. അതുപോലെ തന്നെ ട്രൂ പെൽവിസിലേക്ക് പോകുമ്പോൾ ട്രൂ പെൽവിസ് കണ്ടെയ്ൻ ദ പെൽവിക് കാവിറ്റി ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്. പെൽവിക് കാവിറ്റിയും അതിൻ്റെ കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഥലമാണ് ട്രൂ പെൽവിസ്. അതായത് ഈ ഫിഗറിൽ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ട്രൂ പെൽവിസ് അഥവാ ലെസ്സർ പെൽവിസ്. ലെസ്സർ പെൽവിസിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളത്? പെൽവിക് കാവിറ്റി ആണുള്ളത് അല്ലേ? പെൽവിക് കാവിറ്റിയിൽ എന്തൊക്കെയാണ് കണ്ടൻസ് ഉള്ളത്? അത് നമുക്ക് നോക്കാം. പെൽവിക് കാവിറ്റി ഈസ് കണ്ടിന്യൂസ് എബോവ് വിത്ത് ദ അബ്ഡോമിനൽ കാവിറ്റി അറ്റ് ദ പെൽവിക് ബ്രിം ആൻഡ് ഈസ് ലിമിറ്റഡ് ബിലോ ബൈ ദ പെൽവിക് ഡയഫ്രം. പെൽവിക് കാവിറ്റി എന്നാൽ അബ്ഡോമിനൽ കാവിറ്റിയുടെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. പക്ഷേ അത് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ പെൽവിക് ബ്രിമ്മും താഴെ പെൽവിക് ഡയഫ്രമുമാണ്. പെൽവിക് ഡയഫ്രം എന്താണ്? പെൽവിക് ഡയഫ്രം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 2 മസിൽസ് നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിയുടെ അല്ലെങ്കിൽ പെൽവിക് കാവിറ്റിയുടെ ഏറ്റവും അടിഭാഗത്ത് കാണുന്ന നമ്മുടെ അബ്ഡോമിനൽ ഡയഫ്രം പോലെ ലിമിറ്റ് ചെയ്യുന്ന 2 മസിൽസാണ് ലെവേറ്റർ ആനയും
കോക്സീജിയസ് മസിലും. അപ്പോൾ അടിയിൽ ലെവേറ്റർ ആനയും അല്ലെങ്കിൽ ഇൻഫീരിയർലി ലെവേറ്റർ ആനയും കോക്സീജിയസ് മസിലും മുകളിൽ പെൽവിക് ബ്രിമ്മും ലിമിറ്റ് ചെയ്യുന്ന ഒരു ക്യാവിറ്റീനെയാണ് പെൽവിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. പെൽവിക് ക്യാവിറ്റി കണ്ടെയ്ൻസ് പോസ്റ്റീരിയർലി സിഗ്മോയിഡ് കോളോൺ ആൻഡ് റെക്റ്റം. സിഗ്മോയിഡ് കോളൺ ആൻഡ് റെക്റ്റം. ഓക്കെ, പോസ്റ്റീരിയർലി സിഗ്മോയിഡ് കോളൺ ആൻഡ് റെക്റ്റം. ആൻറ്റീരിയർലി യൂറിനറി ബ്ലാഡർ. അത് നമുക്ക് അറിയാം അല്ലേ? പോസ്റ്റീരിയർലി സിഗ്മോയിഡ് കോളൺ ആണ് പെൽവിക് ക്യാവിറ്റിയിലുള്ളത്, ആൻറ്റീരിയർലി യൂറിനറി ബ്ലാഡർ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് കാണുന്നത് ജെനൈറ്റൽ കണ്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? മെയിൽസിനും ഫീമെയിൽസിനും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള കണ്ടൻസ് വ്യത്യാസമാണ്. In males, it contains vas deferens, seminal vesicle and ureter. And female contain uterus, uterine tubes, round ligament of uterus, ovary and its ligaments and vagina. അപ്പോൾ posteriorly sigmoid colonum, ആൻറ്റീരിയർലി യൂറിനറി ബ്ലാഡറുമാണ് പെൽവിക് ക്യാവിറ്റിയിലുള്ളത്. അതിൻ്റെ മധ്യത്തിലായിട്ട് ജെനൈറ്റൽ കണ്ടൻസ് ആണ് ഉള്ളത്. മെയിൽസിനാണെങ്കിൽ വാസ് ഡെഫറൻസ്, സെമിനൽ വെസിക്കിൾ, യൂററ്റർ. ഫീമെയിൽസിനാണെങ്കിൽ യൂട്രസ്, യൂട്രൈൻ ട്യൂബ്സ്, ഓവറി, അതിൻ്റെ ലിഗമെൻറ്റ്സ്, വജൈനയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ് തിയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളിന്ന് പഠിച്ചത് വെർട്ടിബ്രൽ കോളത്തിനെ കുറിച്ചും പെൽവിക് ക്യാവിറ്റിയെക്കുറിച്ചും പെൽവിക് ബോണിനെ കുറിച്ചുമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെയും ഗുഡ് ബൈ. Thank you all.